ഇനി നമുക്കൊരു റൗണ്ട് ഫേസിങ് എങ്ങനെ ഔട്ട്ലൈൻ തയ്ക്കണം എന്ന് നോക്കിയല്ലോ. 1/4 ഇഞ്ച് നമ്മളിത് ഇങ്ങനെ മടക്കിയിട്ട് 1/4 ഇഞ്ച് മീൻസ് ടേപ്പിൽ 2 പോയിൻറ്റ് ഇങ്ങനെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റൈറ്റ് ഫുട്ട്, അതായത് ഈ ഫുട്ടിൻ്റെ പ്രസർ ഫുട്ടിലും 2 പോയിൻ്റ് ഉണ്ട്. ഇതൊന്ന് ലെഫ്റ്റ് ഫുട്ട്, ഇത് റൈറ്റ് ഫുട്ട്. ഈ റൈറ്റ് ഫുട്ട് പുറത്ത് നിൽക്കത്തക്ക വിധം വേണം തയ്ച്ച് വരാനായിട്ട്. ഈ റൈറ്റ് ഫുട്ട് ഇതുണ്ടോ, പുറത്ത് നിൽക്കത്തക്ക വിധം വേണം തയ്ച്ച് വരാനായിട്ടുണ്ട്. ഈ വിരലിനെ നമ്മൾ അകത്ത് ഇങ്ങനെ വയ്ക്കുക, ഈ വിരലും കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇതും വെച്ച് സപ്പോർട്ട് ചെയ്യുക. ഔട്ട്ലൈൻ അരികത് റൗണ്ട് വരണമെങ്കിൽ നമ്മുടെ റൈറ്റ് ഫുട്ട് പുറത്ത് നിന്ന് ഇതുപോലെ അടിച്ചെടുക്കണം. ഓരോ പോയിൻറ്റിലും നല്ല കെയറിങ്ങോട്ട് തേക്കണം. ഈ ഫിംഗർ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വയ്ക്കുക, ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, ജസ്റ്റ് ഇതിങ്ങനെ അടിച്ച് ഈ കൈ ഉണ്ടാവും. ഈ 3 ഫിംഗർ നമ്മൾ യൂസ് ചെയ്യണം. ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഇവിടെ പൊന്തി വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ വിരൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ചീത്ത വശത്ത്, അതായത് അകത്തേക്ക് വെച്ച് വേണം തയ്ക്കാനായിട്ട് കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ ഈ അകത്തേക്ക് പോകുന്ന പീസ് ചുരുണ്ട് പോയാലും ഒരു പ്രശ്നമില്ല, നമുക്ക് ഔട്ട്ലൈൻ ക്ലിയർ ആക്കിയിരുന്നു. എല്ലാവർക്കും റൗണ്ട് ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളത്. വേണ്ട, ഫിംഗറിൻ്റെ അകത്ത് വയ്ക്കുക, ഇതും ശ്രദ്ധിക്കണേ. ഫിംഗർ അകത്ത് വയ്ക്കുക, ഇതിന് മുകളിലേക്ക് വയ്ക്കുക. റൈറ്റ് ഫുട്ട് പുറത്ത് നിൽക്കത്തക്ക വിധമുണ്ട്. ഈ പോയിൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് വരും. പൊന്തി വരുമ്പോൾ ഈ വിരൽ വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഈ റൈറ്റ് ഫുട്ട് പുറത്ത് നിൽക്കണം. ഉണ്ടോ, ഫുട്ട് ഇതിങ്ങനെ ഈ റൈറ്റ് ഫുട്ട് പുറത്ത് നിൽക്കത്തക്ക, ഇത് ലെഫ്റ്റ് ഫുട്ട്, ഇത് റൈറ്റ് ഫുട്ട്. അപ്പോൾ റൈറ്റ് ഫുട്ട് പുറത്ത് നിൽക്കത്തക്ക വിധമുണ്ടെങ്കിൽ ലാസ്റ്റ് വരുമ്പോഴും ഇതുപോലെ തന്നെ നിൽക്കണം. ഈ ടേണിങ് തന്നെ തയ്ച്ച് വെക്കണം. ഉണ്ടോ, 4 ഇഞ്ച് വീതി തന്നെ തുണിയെടുക്കണം. നമ്മുടെ ഔട്ട്ലൈൻ നോക്കിയൊക്കെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടില്ലെന്നൊക്കെയാണ്. കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടും. ഇനി വേണം ഇത് നെക്കിലേക്ക് തയ്ക്കാൻ. ഇനി ഈ റൗണ്ട് ഫേസിങ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തു അല്ലേ. ഔട്ട്ലൈൻ അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നെക്ക് പോയിന്റിലേക്ക് വെച്ച് തയ്ക്കുക. നെക്ക് പോയിന്റിലേക്ക് വെച്ച് തയ്ക്കാനായിട്ട് കറക്റ്റ് നമ്മുടെ ഈ റൗണ്ട് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. മുകളിലേക്ക് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഈ റൗണ്ട് കറക്റ്റ് പോയിന്റ് വയ്ക്കുക. എന്നിട്ട് മുകളിലേക്ക് നോക്കിയാൽ മതി. കണ്ടോ, ഈ റൗണ്ട് ഷേപ്പ് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ പേഴ്പിന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഔട്ട്ലൈൻ ഇങ്ങനെ പേഴ്പിന്ന് കുത്തി ഇങ്ങനെ അരികിലൂടെ പേഴ്പിന്ന് കുത്തി വയ്ക്കുക. അപ്പോൾ അത് ഫിക്സഡ് ആയിട്ട് ഇരുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ പിന്ന് കുത്തി വയ്ക്കണേ, ഇതിൽ മാറിപ്പോകുമല്ലോ. ഇങ്ങനെ പോയി ഇതുണ്ടോ, പ്രസർ ഫുട്ട് അളവിൽ ജസ്റ്റ് ത്രെഡിൻ്റെ ഒന്നിങ്ങനെ വലിച്ചിട്ടേക്കാം. സ്റ്റാർട്ടിങ്ങിന് പ്രസർ ഫുട്ട് അളവിൽ ഇങ്ങനെ അടിച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പ് ഇതുണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ. റൗണ്ട് ഷേപ്പ് നമ്മൾ ഇങ്ങനെ കയറി ഒന്നും ഇറങ്ങി പോകരുത്. നമ്മുടെ ഇത് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മുടെ ഈ ഫേസിങ് ഇങ്ങനെ കൊടുക്കാനായിട്ട്. ഇത്രയും തയ്യൽ തുമ്പും വേണം. ഇപ്പം നിൽക്കുന്നുണ്ടോ, ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലേക്ക് ഇതിങ്ങനെ എടുക്കും. കൈ ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ റൗണ്ട് വരുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. ഇവിടെ ഓക്കെ ആവുന്നില്ല എന്ന് പറയുന്നുണ്ടോ, ഈ പോയിന്റ് ഉണ്ടാകും. ഇങ്ങനെയാണ് വെച്ചാൽ മതി. ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് റൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സൂചിനെ അവിടെ അങ്ങോട്ട് കുത്തി വയ്ക്കുക, ബാറ് പൊക്കി വയ്ക്കുക, ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കുക. കണ്ടോ, അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ആ പോയിന്റിലേക്ക് തന്നെ വരും. ഇപ്പം നല്ല കറക്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ നെക്ക് അടിച്ച് വെച്ചു. ഇനി എന്ത് ചെയ്യുക, 1 ഇഞ്ച് സ്പേസിൽ ഇങ്ങനെ കട്ട്സ് കൊടുക്കണം. ജസ്റ്റ് ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഈ റൗണ്ട് വരുന്ന ഓരോ പോയിൻറ്റ്സില്ലേ അവിടെയൊക്കെ നമ്മൾ ചെറിയൊരു കട്ട്സ് ഇടുക. സ്റ്റിച്ച് തട്ടാതെ ഒരു കട്ട്സ് കൊടുക്കുക. ആ സ്പേസ് നമുക്ക് 1 ഇഞ്ച് കിട്ടണം. നമ്മൾ ശ്രദ്ധിക്കണം, ഫേസിങ് വച്ചടിക്കുമ്പോൾ നല്ല വശത്ത് അടിക്കണം കേട്ടോ. ഈ തയ്ച്ചിരിക്കുന്ന തയ്യൽ തുമ്പോൾ നമ്മുടെ ഫേസായിട്ട് നിൽക്കണം. ഫേസായിട്ട് നിന്നാലേ ഇത് അടിച്ച് അകത്തേക്ക് വരുമ്പോൾ ഇതിങ്ങനെ അകവശത്തേക്ക് പോകും. ഇനി കട്ട്സ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫേസിങ്ങിലേക്ക് നമ്മുടെ തയ്യൽ തുമ്പിനെ ഇങ്ങോട്ട് വയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക,
ഇതിലൂടെ, അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിലല്ല ഫേസിങ്ങിലേക്ക് വച്ചടിക്കാം. ഈ ഫുട്ട് എവിടെ ഇരിക്കണം? ഇതിൻ്റെ താഴെ ചേർന്നിരിക്കണം കേട്ടോ. റൗണ്ട് നെക്ക് നമ്മൾ തയ്ച്ചതിന് ശേഷം ബോഡി പാർട്ടിലേക്ക് വെച്ച് തയ്ച്ചതിന് ശേഷം ഓരോ ഇഞ്ച് സ്പേസിൽ ഇങ്ങനെ കഴിച്ചു കൊടുത്തു. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ തയ്യൽ തുമ്പ് ഈ ഫേസിലേക്ക് തന്നെ നിൽക്കണേ. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് വച്ചിട്ട് ഔട്ട്ലൈൻ അരികിലൂടെ ഇത് ലെഫ്റ്റ് ഫുട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫുട്ട് താഴെ നിൽക്കണം, അതായത് ബോഡി പാർട്ടിലേക്ക് ചേർന്ന് നിൽക്കണം. എന്നിട്ട് ഇതിൻ്റെ അരികിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇങ്ങനെ എല്ലാവർക്കും റൗണ്ട് ഫേസിങ് അല്ല പ്രശ്നം വരുന്നത്. റൗണ്ട് നെക്കടിക്കാനല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പിലേക്ക് ഇതിനെ വയ്ക്കാം. നമ്മുടെ ഫേസിങ്ങിലേക്ക് ആയിരിക്കണം തയ്യൽ തുമ്പ് പോകേണ്ടത്. മനസ്സിലാവേണ്ടത് കണ്ടോ? ഈ തയ്യൽ തുമ്പ് നമ്മുടെ ഫേസിങ്ങിലേക്ക് ആയിരിക്കുന്നത് എന്ന് പറയുന്നത് ഫേസിംഗ് എന്നാണ് നെക്ക് തയ്ക്കുന്ന പീസിന്. ഒരു കാരണവശാലും ഈ ലെഫ്റ്റ് ഫുട്ട് നമ്മുടെ പീസിൽ തൊടാൻ പാടില്ല. അത് പുറത്ത് നിന്നാലേ ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് വരും. ഈ എൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പുണ്ടാവും, അതായത് ഈ പീസിൻ്റെ അറ്റം ഇത് ഇങ്ങോട്ട് വരത്തക്ക വിധം വേണം അടിച്ച് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫേസിങ്ങിലേക്ക് പതിച്ചടിച്ചു അല്ലേ. ഇനി കൂടുതൽ എന്തെങ്കിലും പീസ് ഉണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് 2 പീസിലും കട്ട് ചെയ്തിടാം. ഇത് എന്ത് ചെയ്യാം, നമ്മൾ ചീത്ത വശത്തേക്ക് കണ്ടോ ഇങ്ങനെ അകം വശത്തേക്ക് വച്ചിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ പതിച്ചടിക്കുക. ഔട്ട്ലൈൻ പതിച്ചടിക്കുമ്പോൾ മെത്തേഡ് ഈ സൈഡിൽ നിന്ന് ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാരണവശാലും കൊടുക്കല്ലേ, റൈറ്റ് സൈഡിൽ നിന്ന് കൊടുക്കണം. എങ്കിലേ നിങ്ങൾക്ക് ക്ലിയറായി വരും. ഇങ്ങോട്ട് കണ്ടോ റൈറ്റ് സൈഡിൽ തന്നെ ആണ്. അപ്പോൾ ഇതിൻ്റെ അരികിലൂടെ വയ്ക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ റൈറ്റ് ഫുട്ട് ത്രെഡിലൊന്ന് വലിച്ചിട്ടേക്കാം. റൈറ്റ് ഫുട്ട് നമുക്ക് എന്ത് ചെയ്യാതെ ഇവിടെ നിൽക്കണം, പുറത്ത് നിൽക്കത്തക്ക വിധം വേണം അടിച്ചു വരാനായി. കണ്ടോ? അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഫേസിങ് വന്നില്ല എന്നൊക്കെ. എപ്പോഴും ശ്രദ്ധിക്കാം, ഫേസിങ്ങിൻ്റെ പുറത്ത് ഈ ഫുട്ട് നിൽക്കണം, എങ്കിലേ ഇത് കറക്റ്റായിട്ട് വരും. ഇവിടെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സൂചിനെ കുത്തി വെച്ചിട്ട് ബാറൊന്ന് പൊക്കി കൊടുക്കണ്ടോ. ജസ്റ്റ് അപ്പോൾ നമ്മൾ ചുരുട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഈ ഫേസിങ്ങിൽ വെച്ച് തയ്ച്ചിരിക്കുന്ന സ്റ്റിച്ച് നമുക്ക് കാണത്തക്ക വിധം വേണം തയ്ക്കണ്ടോ. അപ്പോൾ നല്ല വശത്ത് നമുക്ക് തയ്യൽ വരില്ല, നല്ല വശം നല്ല നീറ്റായിട്ട് വരുന്നുണ്ടോ. എൻഡിലേക്ക് വരുമ്പോഴും ചെരിഞ്ഞൊന്നും പോകാൻ പാടില്ല, തന്നെ കറക്റ്റായിട്ട് തന്നെ വരണം കേട്ടോ. ലാസ്റ്റ് വരുമ്പോഴും കറക്റ്റായിട്ട് ആദ്യം നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് വരുന്നല്ലേ, നമുക്ക് അരികിലൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കും. ഇവിടെ വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പാടില്ല, കറക്റ്റായിട്ട് വന്നേക്കുന്നുണ്ടോ. തയ്ച്ചു കഴിഞ്ഞു.